ഹായ്. അപ്പോൾ ഇത് ഇന്നലെ എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ. ഇന്നലെ അച്ചമ്മ ഓർമ്മയായിട്ട് ഒരു വർഷം തികയുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പഴനിക്ക് പോയ കാരണം കൊണ്ടാണ് ഇത്ര വൈകിയത് കേട്ടോ ഞങ്ങൾ പോകാൻ. അപ്പോൾ പിറ്റേന്ന് വന്നിട്ട് ഞങ്ങൾ ഉറക്കക്ഷീണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിൽ കൂടിയാണ്. അവിടെ ഒരു നായ്ക്കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആളെ കൊണ്ട് റിജ് പുറത്ത് പോയതായിരുന്നു. അപ്പോൾ അവനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഞങ്ങൾ അതിനെ ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പോരാന്ന് വിചാരിച്ചു. അങ്ങനെ ചിന്നും അനിയനും ഹരിക്കുട്ടനും വണ്ടിയിലാണ് വരുന്നത്, സ്കൂട്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനും ഒറ്റയ്ക്ക് അങ്ങനെ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരവിടെ നായ്ക്കുട്ടിയൊക്കെ കളിപ്പിക്കാനും നിരകം നിന്നു. അപ്പോൾ ഞാനും അകത്തേക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഏട്ടൻ്റെ വീടാണ് കേട്ടോ ഇത് ഈ കാണുന്നത്. മുൻപത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ലോങ് വീഡിയോ ആയതുകൊണ്ട് ഒന്നുകൂടി പറയാനേ ഉള്ളൂ. ഷോർട്സിലാണ് ഞാൻ കൂടുതൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ട് ഇവനെ ഇതുണ്ടല്ലോ നല്ല ഇണക്കമുണ്ട്. തലേ ദിവസം കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഞങ്ങൾ പഴനി പോയ അന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ നല്ലൊരു ഇണക്കമുള്ളൊരു നായ്ക്കുട്ടിയാട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവനെ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് എത്തി കേട്ടോ. ബസ്സിന് പോന്നിട്ട് ഞാൻ എത്തി. അപ്പോൾ ദേവുട്ടിയും നമ്മളെ ദക്ഷു സായി അവരൊക്കെ പുറത്ത് കളിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരെ അടുത്തേക്ക്, അപ്പോൾ അവർ ഹരിക്കുട്ടനെയാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അവരൊന്നും വന്നിട്ടില്ല, വരണില്ല, ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതാണ് പറഞ്ഞു. അപ്പോൾ ഇവിടെ അടുക്കളയിൽ വന്നപ്പോൾ എല്ലാവരും നല്ല തിരക്കിലാണ്. അമ്മ അതവിടെ പത്തിരി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, പത്തിരി ഉണ്ടാക്കലുണ്ട്. അവരുടെ ഒരു ഭാഗത്ത് അമ്മായിമാരെല്ലാവരും ഉണ്ട്. അപ്പോൾ അമ്മായിമാരൊക്കെ പത്തിരി ചുടൽ, അതേപോലെ നെയ്യപ്പം ഉണ്ടാക്കൽ, അങ്ങനെ ഓരോ സംഗതികളിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അമ്മ ഞാൻ പത്തിരി ഉണ്ടാക്കണൊക്കെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഉണ്ടാക്കണ ചെറിയ ചേച്ചി ഉണ്ടല്ലോ, അവൾ ചിക്കൻ കറിക്കുള്ളതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തക്കാളിയൊക്കെ മുറിക്കുകയാണ്. ഉള്ളിയൊക്കെ അവർ മുൻപേ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ എത്തിയപ്പോഴത്തേക്ക് തന്നെ ഒരുപാട് സമയം വാങ്ങിയിട്ടുണ്ടായിരുന്നു. 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ എത്തിയപ്പോൾ. പിന്നീട് ഞാനും അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂടാൻ നിന്നു കേട്ടോ. അവൾ ചെറിയ ചേച്ചി നെയ്യപ്പത്തിനുള്ള മാവൊക്കെ എടുത്ത് വെച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് ചുടാനൊക്കെ നിന്ന് കുറച്ച് നേരം ഓരോരുത്തർ മാറി മാറി അങ്ങനെ ചുട്ടുകൊണ്ടിരുന്നു കേട്ടോ. കുറേ ഉണ്ടാക്കണമല്ലോ, കുറച്ചധികം ആൾക്കാർ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കാനും കൂടിയാണല്ലോ. ഒരു വർഷം തികയണമെന്ന് നമ്മളീ ഭാഗത്തേക്ക് നല്ല പല ഭാഗങ്ങളിലേക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഉണ്ടാക്കുന്നുണ്ടാവും. അങ്ങനെ തന്നെയാണ് ഇവിടെ. അങ്ങനെ അപ്പോൾ എനിക്ക് വേഗം ഒന്നും ഇങ്ങോട്ട് പറയാൻ അങ്ങോട്ട് കിട്ടണില്ല കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ബ്ലോഗിൽ ഇങ്ങോട്ട് പെട്ടെന്ന് പറയാൻ കിട്ടണില്ല. ബ്ലോഗിൽ നല്ല ഷോർട്സിലും ചില സമയത്ത് എനിക്ക് കിട്ടണില്ല. അപ്പോൾ അവിടെ പത്തിരി ഉണ്ടാക്കലും അമ്മായിമാരും അവർക്ക് മടിയൊന്നുമില്ല കേട്ടോ. അമ്മായിമാർക്ക് മടിയുള്ളൊരു അമ്മായി ഉണ്ടായിരുന്നു. ആളെ കുറച്ച് കഴിഞ്ഞിട്ടേ കാണിക്കുള്ളൂ. അപ്പോൾ എന്താ ആൾക്കാരെ ഇങ്ങനെ കാണുന്നൊക്കെ മടിയായിട്ട് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. അപ്പം ഞാൻ പത്തിരി ഉണ്ടാക്കലും നെയ്യപ്പം ഉണ്ടാക്കലും ഒരു അമ്മായി ഇവിടെ പത്തിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നെയ്യപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് സമയമുണ്ടല്ലോ, ഒരുപാട് ഉണ്ടാക്കാനുള്ളതുകൊണ്ട് കുറേ സമയം നിന്നിട്ടാണിത്. അപ്പോൾ ഓരോരുത്തരും മാറി മാറി അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മായിമാരും തന്നെ മാറി മാറി അങ്ങനെ നിന്നിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത്. ഈ കാണുന്ന അമ്മായിനെ ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് പാണക്കാടുള്ള അമ്മായിയാണ് കേട്ടോ. എൻ്റെ 2ാമത്തെ അമ്മായിയാണ്. അപ്പോൾ എല്ലാവരും തലേ ദിവസം വന്നതാണ്. വെള്ളിയാഴ്ച വന്നിട്ട് ശനിയാഴ്ച അവർ തിരുനാവായൊക്കെ പോയതാണ്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പഴനിക്ക് ശനിയാഴ്ച പോയ കാരണം കൊണ്ട് എനിക്ക് തലേ ദിവസം ഒന്നും അവിടേക്ക് വരാൻ പറ്റിയിട്ടില്ലല്ലോ, ഒരിക്കലൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ചിക്കൻ കറീൻ്റെ പരിപാടികൾ തുടങ്ങിയത് കണ്ടത് ചെറിയ അമ്മായിയാണ് കേട്ടോ. ആൾക്കാണ് കുറച്ച് മടിയുള്ളത്. അപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ചേച്ചിയും എല്ലാവരും അതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഏടത്തി നാത്തൂന്. ആളൊന്ന് ഇളക്കാനൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അവിടെ അടുക്കളയിൽ ഒരുപാട് ഡ്യൂട്ടികൾ ഉണ്ടായിരുന്നു തോന്നുന്നു. ഇവരെല്ലാവരും തിരുനാവായിക്ക് പോയപ്പോൾ പിന്നെ എന്താ വെച്ചാൽ വീട് പണി നടക്കുന്നിടത്ത് അവിടെ വീടിൻ്റെ പണി അവർക്ക് പണിക്കാർക്കുള്ള ഭക്ഷണമൊക്കെ ഉച്ചയ്ക്കും അതേപോലെ 10 മണിക്ക് കഞ്ഞി അങ്ങനെയൊക്കെ അവർക്ക് കൊടുക്കണം. അപ്പോൾ അതിൻ്റെയും കൂടി ഉണ്ടായിരുന്നു ഇന്നലെ. ഈ ആളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചല്ലോ, 2ാമത്തെ അമ്മായിയുടെ മോനെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആളൊക്കെ വേഗം ഞങ്ങളെ കൂടെ ആളെ ഭാര്യയുണ്ട് ശില്പ, അവരെ കുട്ടിയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടാലും ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുകയാണെന്നൊക്കെ പറയുകയാണ്. പിന്നെ അവർക്കൊക്കെ മടി അങ്ങോട്ട് മാറി, എടുത്തെടുത്ത് ഇപ്പോൾ അവരെ മടി മാറി. ഇത് വലിയ അമ്മായിൻ്റെ മോനും മരുമകളൊക്കെയാണ് കേട്ടോ, സുമിച്ചേച്ചി അതേപോലെ ഏട്ടനൊക്കെ. അതിന് ശേഷം ഞാൻ അടുപ്പത്തേക്ക് പോയപ്പോഴാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കിയത് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് കേട്ടോ ഞാനത് ശ്രദ്ധിച്ചത്. അച്ചമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ട പായസമാണ് പരിപ്പ് പായസം. അപ്പം അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ തേങ്ങാച്ചോറ് അച്ചമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ്. അതേപോലെ ചിക്കൻ കറി, മീൻ വറുത്തത്, ചമ്മന്തിയൊക്കെ അച്ചമ്മ എന്ത് കഴിക്കുമ്പോഴും കൂടെ
ചമ്മന്തി വേണം കേട്ടോ. പിന്നെ ചിന്നും ശ്രീകുട്ടനും എല്ലാവരും കൂടിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്നു ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് അവൾക്ക് ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്തെടുത്ത് എൻ്റെ മടിയൊക്കെ മാറി ശ്രീകുട്ട എന്നൊക്കെ പറയുകയാണ്. ശ്രീകുട്ടൻ ഇവർക്കൊന്നും മടിയില്ല, അവർക്കൊക്കെ നല്ല ഇതാണ്. ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് അച്ചമ്മേൻ്റെ സ്ഥാനത്തുള്ള തന്നെയാണ്. ഞങ്ങൾ വല്യമ്മ എന്ന് വിളിക്കുകയാണ്, പക്ഷേ അച്ചമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇവരൊക്കെ വന്നപ്പോൾ എല്ലാവരും കൂടിയൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. വല്യമ്മ വരികയാണ് കേട്ടോ, വരുന്ന വഴിയാണ്. അപ്പോൾ അങ്ങനെ എടുത്തതാ വീഡിയോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ സംസാരമുണ്ട്. ഞാൻ ഏകദേശമൊക്കെ ഇങ്ങനെ വീഡിയോയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും എടുക്കും, ചിന്നും എടുക്കും. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് പൊന്നു വിളിക്കുന്നുണ്ട്. പൊന്നുവിനോട് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ. പിന്നെ അത് കണ്ടോ, പൊന്നു ഇപ്പോൾ ഞങ്ങളെ വീഡിയോസിലൊക്കെ വന്നിട്ട് അവളിപ്പോൾ ഒരുപാട് അവൾ പഠിക്കുന്ന സ്ഥലത്ത് നിന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ ഇപ്പോൾ യൂട്യൂബിലെത്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവളോട് കേട്ടോ. ഇത് നമ്മളെ ദക്ഷവും പിന്നെ എല്ലാവരും ഉണ്ട്. അപ്പം അത് ഇനി അടുത്തത് കുറേ ചക്കയൊക്കെ ഇവരിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ വീട്ടിൽ ഇപ്പോൾ ചക്കയൊന്നും അങ്ങനെ ഇല്ല. എന്താ വെച്ചാൽ ആദ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊക്കെ 2-3 പ്ലാവൊക്കെ ഉണ്ടായ കാരണം നല്ല ചക്കയും ഇഷ്ടം പോലെ ആയിരുന്നു കേട്ടോ. മാങ്ങയൊക്കെ ഉള്ള ഇതായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ചിന്നും അപ്പുറത്തേക്കൊക്കെ പോയിട്ട് എല്ലാവരും അവിടെ ചെയറുകളും ഇതൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വരുമ്പോൾ ഭക്ഷണം കഴിക്കാനിരിക്കാൻ വേണ്ടിയിട്ട്. രാത്രിയിലാണല്ലോ പരിപാടി. രാത്രി അധികം വൈകാതെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കൽ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള ഇത് തുടങ്ങും. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. ഇവർ ചെറിയ ആൾക്കാരുണ്ടല്ലോ, ഇവർ സംഘങ്ങൾ. ഇപ്പോൾ ഇന്ന് ശ്രീകുട്ടൻ വീട്ടിലേക്ക് തിരിച്ച് പോയിട്ടുണ്ട് കേട്ടോ ശ്രീകുട്ടൻ. പക്ഷെ അവന് പോകാനൊന്നും മനസ്സിലായ കാരണം 10ാം ക്ലാസ് അല്ലേ. അപ്പോൾ അവന് ഇനി ട്യൂഷൻ മുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ചിന്നുവിനാകുമ്പോൾ ഇവിടെ നിന്നും ട്യൂഷന് പോവാം, വലിയ ദൂരമില്ല. അതുകൊണ്ട് അവൾക്ക് ഇവിടെ നിന്നും പോവാം. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കണത് കേട്ടോ. കണ്ടോ ദേവൂട്ടി ആടണ കണ്ടോ? ഓ നല്ല ഞങ്ങളെ പഴയ ഓർമ്മകളിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അവളെ ആട്ടം കണ്ടോ? അവൾക്ക് ഒരുവിധം ഒന്നും പേടിയില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുക. അവൾ മുൻപ് ഞാൻ വന്നിരുന്ന ദിവസം അവൾ ചെറിയ കവുങ്ങുണ്ട്, അതിൽ കയറി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്നെ കണ്ടപ്പോൾ അങ്ങനെ അന്തം വിട്ട് നിന്നുണ്ടായിരുന്നു കേട്ടോ അവൾ. അപ്പോൾ ഒരു വാഴയിലൊക്കെ മുറിച്ച് വെക്കുകയാണ് കേട്ടോ. അച്ഛമ്മയ്ക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാനൊക്കെ വാഴയിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ മുറിച്ച് വെക്കുക. ശ്രീകുട്ടനുണ്ടല്ലോ, ചെറിയ നല്ല ഹെൽപ്പൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. നല്ല ഒരു എന്താന്ന് പറഞ്ഞാൽ നല്ല പറഞ്ഞതൊക്കെ ഇങ്ങനെ കേൾക്കും. പണികൾക്കാണെങ്കിലും എന്ത് കാര്യം അവന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു ചെയ്യണമാണ്. ഇതാണ് ഏട്ടൻ്റെ വീട്. ഞങ്ങൾക്ക് പുതിയ വീട് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതവിടെ പണികൾ അതിൻ്റെ അവിടെ മതിലിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് അടുക്കളയത്തെ കാഴ്ചകളും കാണാം. അമ്മയും എല്ലാവരും അവിടെ കുട്ടികളെ കൂടെ ഉണ്ട്. ഉണ്ടോ ഓരോരുത്തരും ആടാണ്. നല്ല ആട്ടമൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും പ്രശ്നമാണല്ലോ. ഇവരെല്ലാവരും കൂടി ഇങ്ങനെ വെക്കേഷൻ ആയാലും അതേപോലെ അമ്മായിൻ്റെ മോൻ വന്നിരുന്ന അവരെ മോനും ഉണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ. അപ്പോൾ അവനും കമ്പനിയായിട്ട് അവനെ ഇന്നലെ ഇവിടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പോകാനൊന്നും ഇവരെ കൂട്ടത്തിലാകുമ്പോൾ നല്ല കളിയാണ്. ഹരിക്കുട്ടനാണെങ്കിലും സായിയും ഇവരെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പാണ്. ചിന്നു ശ്രീക്കുട്ടനും ആണ് കേട്ടോ എപ്പോഴും ഒരുമിച്ചുണ്ടാവുക. അത് കണ്ടോ, ഈ വന്ന ആൾ എൻ്റെ ചെറിയ മാമൻ്റെ മോനാണ് കേട്ടോ, കുഞ്ഞുട്ടൻ എന്ന് പറഞ്ഞാൽ അവന് പിന്നെ വീഡിയോ എടുക്കില്ല എന്നുള്ളതിൽ വന്നതാണ് തോന്നുന്നു. പക്ഷേ ചിന്നു അവിടെ ഫോൺ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ നേരെ വന്ന് അവന് വരുന്ന വരവൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആൾക്ക് മടിയുണ്ടെങ്കിലും ഇന്നങ്ങൾ വൈറലാക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത്. അവരൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ മിഠായിയൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് മിഠായിയൊക്കെ ആയിട്ടാണ് വന്ന് തോന്നുന്നു. ഞങ്ങളിതൊന്നും കണ്ടിട്ടില്ല, കാരണം വീഡിയോയിലാണ് ഇപ്പം ഞങ്ങളിത് കാണുന്നത്. എന്താ വെച്ചാൽ ഇവർ മിഠായിയൊക്കെ കൊടുക്കുന്നത് അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ തിന്നണതൊക്കെ ഇപ്പോൾ കാണുകയാണ് ഞങ്ങൾ. നല്ല തീറ്റയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ സംഗതിയൊന്നും ഞങ്ങൾ താഴെ ഞങ്ങളെ പഴയ വീടിൻ്റെ അവിടെ ആണല്ലോ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. പഴയ വീടിൻ്റെ അവിടെ നല്ല കുടിയിരുന്നിട്ടില്ല. അവിടേക്ക് ഇനി കുറച്ചും കൂടി പണികളുണ്ട്. ജനലും വാതിലൊക്കെ വെക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടക്കാനുണ്ട്. അപ്പോൾ ആ പണികളും കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറുള്ളൂ. അപ്പോൾ നമ്മൾ പൊന്നുവിൻ്റെ വീഡിയോ കോളും ഇടയ്ക്ക് അവൾ അതൊന്നും നിർത്തണില്ല കേട്ടോ. അപ്പോൾ ചിന്നു അതൊക്കെ കഴിച്ചിട്ട് ചിന്നും ഈ സംഘങ്ങളൊക്കെ കഴിച്ചിട്ടൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ പൊന്നുവിനോട് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അതിനിടയിൽ നമ്മളെ ചിക്കൻ കറീൻ്റെ മെയിൻ പാചകക്കാരൻ ഇതാണ് കേട്ടോ. ആൾ വന്നതേ ചായയൊക്കെ കൂടി കഴിഞ്ഞ് നേരം കണ്ട് ഇറങ്ങി. ഞാനിവിടെ നിന്ന് കൊടുക്കണ്ടേന്നുള്ളൂ കേട്ടോ. അപ്പം തന്നെ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ ഞാനപ്പം തന്നെ പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ടൊക്കെ ഇടുന്നൊക്കെ പറയണം കേട്ടോ. അങ്ങനെ അവരൊക്കെ ഓരോ പണികളും ചെറിയ ചേച്ചി അതേപോലെ എടുത്തി ഇവരൊക്കെയാണ് ഇപ്പോൾ ഒന്ന് പാചകത്തിന്. ഞാൻ വല്ലാതെ ഇന്ന് പാചകത്തേക്ക് ഒന്നും ഇറങ്ങിയിട്ടില്ല. അവരാണ് മെയിനായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് കുറച്ച് വീഡിയോസ് എടുക്കട്ടെ, എനിക്ക് ഏതായാലും കുറച്ച് കണ്ടൻറ്റ് ഇതിലൂടെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറീൻ്റെ ഓരോ കാര്യങ്ങളും ഇവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പൊടികളും ഇതൊക്കെ ഞാൻ അവർക്ക് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഹെൽപ്പ് അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ആളൊക്കെ വീട്ടിൽ അവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ വെക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഓരോ അഭിപ്രായങ്ങൾ എല്ലാവരും പറയില്ല. അതിൻ്റെ ഇടയിൽ വെള്ളമൊക്കെ മുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അതൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കാനുള്ളതും ചെറുതായിട്ടുള്ള ഹെൽപ്പുകളും. അപ്പോൾ ഞാൻ ചിന്നുവിനെ കൊണ്ടാണ് അപ്പോൾ വീഡിയോ എടുപ്പിക്കുക. അല്ലെങ്കിൽ ചിന്നുവിനെ അല്ലെങ്കിൽ മാറിയിട്ട് വേറെ ആരെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ വീഡിയോ എടുപ്പിക്കുക. എല്ലാവർക്കും ഇന്നലെ നല്ല ബിസിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാവരോടും ഒന്നും പറയാനും വയ്യ വീഡിയോ എടുക്കാൻ. അപ്പോൾ മാറി ഞങ്ങളങ്ങനെ എടുത്തു. അപ്പോൾ ഇവിടെ ചിക്കൻ കറീൻ്റെ പണി ഇപ്പോൾ ഇദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചാൽ എന്നെ ഈ നല്ല വൈറലാക്കും. അപ്പോൾ ഞാൻ തന്നെ പറയുന്നത് എൻ്റെ വീഡിയോയിൽ എന്തായാലും നിങ്ങളൊക്കെയാണ് വൈറലാവാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവരിത് ഭയങ്കര തമാശയൊക്കെ പറഞ്ഞിട്ടാണ്. എൻ്റെ ഇടയിൽ ഇത് കണ്ടത് ചെറിയ ചേച്ചീൻ്റെ ഏട്ടൻ്റെ അമ്മയാണ് കേട്ടോ. ആളൊക്കെ നല്ല വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ എടുത്തില്ല എന്നൊക്കെ ചോദിക്കണത് കണ്ടോ. അത് ഏട്ടൻ്റെ അനിയനുമാണ് ആയിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് അവർക്ക് ചായയൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ലൈവ് ഇടുമ്പോഴൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ അതിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ. അപ്പോൾ ഏട്ടൻ്റെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് എന്നെ സാരി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോണതിന് മുൻപ് സാരിയിൽ പിന്നെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് അവർക്ക് ചായയും ഇതൊക്കെ കുടിക്കലും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മായി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞങ്ങൾ അവിടെ അപ്പുറത്ത് നല്ല ചിക്കൻ കറി, അതേപോലെ ചിക്കൻ കറി ആയതിനു ശേഷം വേണം നെയ്ച്ചോറ് വയ്ക്കാൻ. അപ്പോഴത്തേക്കും കുറച്ചിങ്ങനെ ഇരുട്ടായി തുടങ്ങുന്നുണ്ട് കേട്ടോ. നമ്മൾ വെച്ച് കൊടുക്കാനുള്ള സമയം വൈകുമെന്നുള്ളതും അതൊക്കെ ഉണ്ട്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഏകദേശമൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് ഇവർ രണ്ടുപേരും എത്തിയിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളതൊക്കെ എനിക്ക് കിട്ടിയ ചാൻസിൽ ഞാൻ ഇവരൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല. അപ്പോൾ എനിക്ക് സൗണ്ട് കൊടുക്കുമ്പോൾ എൻ്റെ ഒച്ചയൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ. 2-3 ദിവസമായിട്ട് ഇപ്പോൾ പഴനിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നേരത്തെ എണീറ്റിട്ടുള്ള കാരണം കൊണ്ട് ഒച്ചടപ്പൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. ചിക്കൻ കറീൻ്റെ പണികളൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ മനോജ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഞങ്ങളെ അമ്മയുടെ മോന്, ആളൊക്കെയാണ് അവിടെ കുക്കിങ്ങിൽ ഇപ്പോൾ മെയിനായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറത്ത് വന്നപ്പോൾ ഈ കണ്ടോ ചെറിയ അമ്മായി എന്നാൽ കുറച്ച് മടിയുള്ള ആളാണ്. ആളവിടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആളെ ചിന്നു അറിയാതെ വീഡിയോ എടുത്താന്ന് തോന്നുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളുടെ അടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ നമ്മളെ ദേശുവിന് ഒരു മുറിവുണ്ടായിട്ട് എന്താണെന്ന് വെച്ചാൽ അവന് പിന്നെ അപ്പുറത്ത് മേലെ തൊടിയിലൂടെ ഒക്കെ നടന്നപ്പോൾ അവൻ്റെ കാലിലൊരു ചെറിയ മുറി ഉണ്ടായി. അതിന് പിന്നെ അവിടെ നല്ല കരച്ചിലായിരുന്നു. പിന്നെ കുറേ സമയം എൻ്റെ കരച്ചിൽ തന്നെ ആയിരുന്നു കേട്ടോ. മുറിയാണ് കെട്ടിത്തരണം, പിന്നെ ഒരു കെട്ടൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ ഈ കുഞ്ഞുട്ടൻ എന്താണ്ടല്ലോ ചിന്നു വിടാതെ പിന്തുടർന്നെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവനാണെങ്കിൽ ഇന്നെ എടുക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയിൽ താട്ടനും വന്നിട്ടുണ്ടായിരുന്നു. താട്ടനും വന്ന് പിന്നെ നെയ്ച്ചോറിൻ്റെ പണികൾ നോക്കാനുള്ളതായിരുന്നു കേട്ടോ. താട്ടന് അതുവരെ കുറേ തിരക്കിലായിരുന്നു. പണിസ്ഥലത്തേക്കും പോകണം, അതിനിടയിൽ ഇങ്ങനെ സാധനങ്ങളെല്ലാറ്റിനും കൊണ്ടുവന്ന് തരാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ലാസ്റ്റ് നെയ്ച്ചോറിൻ്റെ പണിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെറിയ ചേച്ചിയൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. ചെറിയ ചേച്ചിയുണ്ട്, അമ്മയുടെ മോന് മനോജ്, അവരൊക്കെ കൂടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ പൊടിക്കൈകളൊക്കെ ഇവരൊക്കെ ഓരോരുത്തരുതായിട്ടുള്ളതിൽ ചെയ്യുന്നുണ്ട് നെയ്ച്ചോറൊക്കെ വെക്കാൻ. അപ്പോൾ ഞങ്ങൾ ഓരോ ഇതിലും പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഈ വീഡിയോ എടുക്കണതാണ് ഇവരുടെ ഇടയിലൊക്കെ എല്ലാവരും ചർച്ച അതാണ് നല്ല. അപ്പോൾ ഈ വീഡിയോ ആദ്യം മടിയുള്ള ആൾക്കാർ പിന്നെ അത് ഞങ്ങളെ വീഡിയോ എടുക്കുമെന്ന് പറയണ ഇതിലേക്ക് വരുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ എന്തായാലും നമ്മൾക്ക് എന്തായാലും ഇപ്പോൾ മടിയില്ല. മടിയൊക്കെ ഏകദേശമൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇപ്പോൾ ഇട്ടിട്ട് നമ്മൾ സൗണ്ടും കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കുന്നുണ്ടല്ലോ വീഡിയോ ഒക്കെ ഇടുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഏകദേശം ചിന്നൂനും കുറേ മടി മാറിയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട്. അതിനിടയിൽ എല്ലാവരും കൂടിയും വന്നിട്ട് തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെറിയ ചേച്ചി ഫുൾ പണിയിലാണ്, ആക്റ്റീവാണ് കേട്ടോ. ആളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നാൽ ഒരു പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആൾ ഫുൾ ഈ പണികളും ഈ ഭക്ഷണം ഉണ്ടാക്കലാണെങ്കിലും ഫുൾ ആക്റ്റീവാണ്. ആൾക്ക് അല്ലെങ്കിലും ചെറുപ്പത്തിലും തന്നെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇത് കണ്ടത് എൻ്റെ ചെറിയ മാമനാണ്. പിന്നെ ചെറിയ മാമനൊക്കെ വന്ന വരവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ മനോജ് എന്ന് പറഞ്ഞ ഒരു ഏട്ടനാട്ടോ, അമ്മായിൻ്റെ മോന്, രണ്ടാമത്തെ അമ്മായിൻ്റെ മോന്. പിന്നെ വല്യമ്മ ഉണ്ട്, എൻ്റെ അമ്മയുടെ അടുത്താണ് വന്നത്. വല്യമ്മ ഉണ്ട്, വല്യമ്മേൻ്റെ മകൻ, എല്ലാവരും കൂടി അവരൊക്കെ വന്നതാട്ടോ. അപ്പോൾ ഞാൻ അവരൊക്കെ വീഡിയോ എടുത്താണ്. പിന്നെ ഉണ്ടല്ലോ അവരെ ചെറിയ ചേച്ചിയുടെ അമ്മ ഒരു ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അമ്മായി. അപ്പോൾ ഇതിനിടയിൽ പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ എല്ലാവരും കൂടി ഇപ്പോൾ ശ്രീകുട്ടിയാണ് കേട്ടോ. അത് ശ്രീകുട്ടി ആദ്യമൊക്കെ മടി, ഞങ്ങളെ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്
ലൈവൊക്കെ ഇടുമ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഇത് അഞ്ചു ചേച്ചിയാണ്. അപ്പോൾ ഇത് മനോജിൻ്റെ പിന്നെ നേരത്തെ കണ്ടല്ലോ ഏട്ടൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ ഇത് അച്ചമ്മയ്ക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഉണ്ടാക്കിയത് ഞാനൊന്ന് വീഡിയോ എടുത്താൽ കേട്ടോ. നെയ്യപ്പം, അതേപോലെ തേങ്ങാച്ചോറാണ് അച്ചമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടാണ്. അതേപോലെ പരിപ്പ് പായസം, പഴംപൊരി, ചക്കൽശ്ശേരിക്ക് ഞങ്ങൾ ഇവിടെ പറയാം, എൻ്റെ നാട്ടിലേക്ക് ഇവിടെ പറയണത് ചക്കക്കൂട്ടാൻ എന്ന് പറയും. അപ്പം ഞാൻ എന്നെ കൊണ്ടുപോയ എൻ്റെ നാട്ടിലേക്ക് പറയണത് എൽശ്ശേരി എന്നാണ് പറയൽ. അപ്പോൾ ചക്കക്കൂട്ടാൻ എന്ന് പറയുന്നത് ഞങ്ങളിവിടെ ചക്ക ഉപ്പേരി എന്ന് പറയും, തേങ്ങയൊന്നും ചതച്ചിടാത്ത. മറ്റേത് എന്താണ് അവിടേക്ക് ചക്ക കൂട്ടാൻ എന്നാണ് അതിന് പറയുക. അങ്ങനെയൊക്കെ ഒരു വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. പല നാട്ടിലേക്കും പല രീതിയിലാണല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും അതൊക്കെ ഓരോന്ന് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവർ വെച്ച് കൊടുക്കാനും ഇതിനൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് അതും ഞങ്ങളൊക്കെ ഒന്ന് എടുത്ത്, പിന്നെ അപ്പുറത്ത് ആണല്ലോ കസേരകളൊക്കെ ഇട്ടുള്ളത് എല്ലാവർക്കും ഇരിക്കാനുള്ളത്. അവിടേക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ഞങ്ങൾ വിളമ്പിയൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. അവിടേക്ക് വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും. അപ്പോൾ അതിനിടയിൽ എന്താണ് ഞാനൊക്കെ ഇപ്പോൾ ഈ വിളമ്പണടുത്താണ് കേട്ടോ ഓരോരുത്തർക്ക് കൊണ്ടുപോയി കൊടുക്കാനും ഇതിനൊക്കെ. കുട്ടികളും കുറച്ച് വലിയ ആൾക്കാരൊക്കെ ആദ്യം ഇരുന്നുണ്ടായിരുന്നു. പിന്നീടാണ് ഞങ്ങളെല്ലാവരും ലാസ്റ്റായിട്ട് ഇരുന്നത്. പിന്നെ കുട്ടികൾ വേറെയും പിന്നെ കുറച്ചുകൂടി വലിയ ആൾക്കാരൊക്കെ ഇനിയുണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ അവരൊക്കെ ഇരുന്നതിന് ശേഷമാണ് പിന്നീട് ഞങ്ങളിരുന്നത് കേട്ടോ. അപ്പോൾ സുനിമാമയാണ്, സുനിമാമ എന്നാണ് ഞങ്ങൾ വിളിക്കൽ. എൻ്റെ ചെറിയ മാമനാണ്, അമ്മേൻ്റെ ഏറ്റവും ചെറിയ അനിയനാണ് കേട്ടോ. അപ്പോൾ ആള് പിന്നെ നല്ല പാട്ടൊക്കെ പാടുന്ന ഒരു ഗായകൻ കൂടിയാണ്. നല്ല രസമാണ്. അപ്പം ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നൊരു വീഡിയോയിൽ ആളെയൊക്കെ കാണിക്കും, ആളെ പാട്ടും ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അവരൊക്കെ നാട്ടിലൊക്കെ ഓരോ കല്യാണങ്ങൾക്കും പല കാര്യങ്ങൾക്കൊക്കെ പാട്ടൊക്കെ പാടുന്ന ആൾക്കാരാട്ടോ. ഇതാണോ ശ്രീകുട്ടി ഒരു കലാകാരിയാണ്. അവൾ നല്ല ഡാൻസും അവളും പാടുന്ന ഒരു കുട്ടിയാട്ടോ, നല്ല ഇതായിട്ട്. അപ്പോൾ അവർ നമ്മളെ ലൈവിലൊക്കെ വന്നിട്ട് അവരിങ്ങനെ പറയലുണ്ട്, ഞങ്ങൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയലുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയാണിത്, നമ്മൾ നെയ്ച്ചോറ്, ചിക്കൻ കറി, പത്തിരി, നെയ്യപ്പം, തേങ്ങാച്ചോറ്, പിന്നെ പഴംപൊരി അച്ചമ്മയ്ക്ക് വെച്ച് കൊടുക്കാൻ മാത്രമായിട്ടുള്ള ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നെയ്യപ്പമൊക്കെ എല്ലാവർക്കും ഉള്ളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ടാകുമ്പോൾ ഓരോ തിന്നാന്നുള്ള ഇതാണല്ലോ. പക്ഷെ നെയ്യപ്പം ചിക്കൻ കറിയൊക്കെ ഒരു വെറൈറ്റിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതാട്ടോ. ചിന്നൂനും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് നെയ്യപ്പം ചിക്കൻ കറി. ഇപ്പം ഞാൻ വിഷുവിൻ്റെ തലേ ദിവസം അങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നെയ്യപ്പം ചിക്കൻ കറി. അത് നല്ല ഒരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്നും അധികം കഴിച്ചിട്ടില്ല. നാട്ടിലുള്ളവർ തന്നെ ചോദിക്കുന്നത് എങ്ങനെ കഴിച്ചാൽ എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള കേട്ടോ സംഗതി. പഴംപൊരി, ബീഫ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ ബീഫ് കഴിക്കാത്തതുകൊണ്ട് കഴിച്ചിട്ടില്ല കേട്ടോ. പഴംപൊരി ചിക്കനും കൂടി കഴിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അവരെല്ലാവർക്കും വിളമ്പി കൊടുക്കലാണ്. ഇവിടെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, വെങ്ങാട് നിന്ന് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ചെറിയച്ചന്മാർ അവരൊക്കെ ഉണ്ട് അവിടെ. മാമൻ എല്ലാവരും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ വിളമ്പണേൻ്റെ ഇടയിലുള്ള വീഡിയോകളാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ചിന്നു അപ്പുറത്തൊക്കെ പോയിട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആൾ പറയുന്നുണ്ട് ഇങ്ങനെ കാണിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മാമനും ഞാനൊക്കെ ഈ മാമനുണ്ടല്ലോ, ചെറിയ മാമൻ, ആൾ ഞങ്ങളെ ചെറുപ്പം തൊട്ടേ ഭയങ്കര കമ്പനി ആയിട്ടുള്ളൊരു മാമനാണ്. ഞങ്ങൾ ചെറിയ കുട്ടികളായ സമയത്ത് തന്നെ ആൾ വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര രസമായിരുന്നു ഞങ്ങൾക്ക്. അതേപോലെ ഞങ്ങളെ കൂടെ എന്തെങ്കിലും അടുക്കളയിലൊക്കെ ചിക്കനൊക്കെ സ്പെഷ്യലായിട്ട് നമ്മൾ അന്ന് കുറച്ച് മുൻപ് ചിക്കനൊക്കെ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ആൾ നല്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനും പിടിക്കാനും നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു മാമനാണ്. ഒരു മാമൻ്റെ ഇതല്ല, നമ്മളെ കൂട്ടുകാരെ ഒരു വൈബാണ് കേട്ടോ. ആൾ ഭയങ്കര തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൂടെ എന്നും. അതേപോലെ ഇനിയിപ്പോൾ അങ്ങോട്ട് മാമൻ ചെല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം എല്ലാവരോടും ആയിട്ട്. അപ്പം അതിനിടയിൽ ചിന്നു അവിടെ ഉണ്ട്. പിന്നെ ആൾ മാറിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കൽ ചില സമയത്ത് കുഞ്ഞുട്ടനായിരുന്നു എടുത്തു തന്നിരുന്നത്, ചില സമയത്ത് ഞാനെടുക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ആരെങ്കിലും എടുക്കും. അപ്പോൾ എടുത്തു തരാനൊക്കെ ആളുടെ എടുക്കുമ്പോൾ മടിയാണ് ചിലർക്ക് എന്നേ ഉള്ളൂ. മടിയൊക്കെ എല്ലാവർക്കും ഏകദേശമൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഫോൺ പിടിച്ചാൽ നടക്കുക കാരണം കൊണ്ട് എല്ലാവർക്കും മടി മാറിയിട്ടുണ്ട്. അപ്പോൾ ശ്രീകുട്ടിയും ചിന്നുമൊക്കെ ഒരു ഭാഗത്ത് നിന്നിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞുട്ടനാണ് വീഡിയോ എടുത്തത് തോന്നുന്നു. അവനാണിത് പിന്തുടർന്നൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ
ഞങ്ങൾ പായസം കുടിക്കുകയാണ്. പരിപ്പ് പായസം ഞങ്ങൾ ഓരോ ഗ്ലാസ് അവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയൊക്കെ ഓരോ ഗ്ലാസ്സൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ചെറിയ ചേച്ചിയും ഏടത്തിയും കൂടിയൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ പായസം. ഏകദേശം ചെറിയ ചേച്ചി പറഞ്ഞാൽ ഒരു കുക്കിങ്ങിൻ്റെ ആളാണ്. എൻ്റെ ഓർമ്മയിൽ എന്താണെന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ടേ അവൾ ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ്. എനിക്കാണെങ്കിൽ അടുക്കളയിൽ ഇങ്ങനെ കയറുന്ന ഇഷ്ടമല്ല. വേറെയുള്ള പണികളൊക്കെ എനിക്കിഷ്ടമാണ്, എടുക്കാനും ഇഷ്ടമാണ്. പക്ഷേ ഭക്ഷണം ഉണ്ടാക്കണതിൽ മടിയായിരുന്നു. പക്ഷെ ആ മടിയൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെയല്ല. അപ്പം എനിക്ക് എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് തോന്നിയാലും അങ്ങനെ ഉണ്ടാക്കുന്ന ഒരാളാണ്. പക്ഷെ ഇവള് പറഞ്ഞാൽ കുറച്ചുകൂടി വെറൈറ്റിയാണ് അടുക്കളയിൽ. എന്താണെന്ന് വെച്ചാൽ സ്പീഡിൽ വേഗം അവളെ പണികൾ കഴിക്കും. പല ഐറ്റംസൊക്കെ ആക്കിയിട്ടൊക്കെ വേഗം തരും. എന്തെങ്കിലുമൊക്കെ കൊണ്ട് അവൾ പെട്ടെന്നൊരു ഐറ്റംസൊക്കെ ഉണ്ടാക്കി തരുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അവൾ നല്ലൊരു കുക്കർ കൂടിയാണ്. അപ്പോൾ ഞാനിവളോട് പറയലുണ്ട് ഒരു ചാനലൊക്കെ തുടങ്ങി, എന്താ എൻ്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഒന്ന് ഇട്ടാലോ നന്നാവുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൾ കുറച്ച് കഴിയട്ടെ, എന്തായാലും ഇട്ട് തുടങ്ങിയിട്ട് ഞാൻ ഇട്ടോളാം എന്നൊക്കെ പറയണം. വെറൈറ്റികളായിട്ടുള്ള ഓരോ സംഗതികൾ ഉണ്ടാക്കിയ കാരണം കൊണ്ടേ അങ്ങനെ പറയണത്. അവൾ ചില ടിപ്പുകളൊക്കെ എനിക്ക് തരലുണ്ട് കേട്ടോ കുക്കിങ്ങിലൊക്കെ. ചില ഇതൊക്കെ ഉണ്ടാക്കി ഞാൻ കുറേ മുൻപൊക്കെ ഞാൻ അവളായിരുന്നു വിളിച്ചിരുന്നത്. എന്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇടേണ്ടത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ അവളെയാണ് കേട്ടോ വിളിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ തന്നെ എനിക്ക് വേണ്ടതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടതും അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇവർ കുറേ ചക്കൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വീഡിയോയിലുണ്ട്. അപ്പോൾ ഈ ആളുണ്ടല്ലോ, ഈ പുള്ളിയൊക്കെ നേരത്തെ ഇവർ ഇരുന്നു കേട്ടോ. നേരത്തെ അല്ല, ഇതുവരെ അവിടെ പണിയിലായിരുന്നല്ലോ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരുന്നതല്ലേ. അപ്പോൾ അവരിരുന്നു. കുറച്ച് ആളും കൂടി ഉണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടേ അവരിയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഈ ടീമിൻ്റെയും കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നെ വീഡിയോ എടുക്കണം, ഞാനിതിനെ പറ്റിയിട്ടൊക്കെ പറയണം. നെയ്ച്ചോറ് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയ ആളെന്നെ ഉണ്ടാക്കിയതിനെ പറ്റിയിട്ടൊക്കെ പറയണേ, അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ അടുക്കളയ്ക്ക് വന്നത് കണ്ട അമ്മായിമാരും പിന്നെ ചേച്ചിയുടെ അവിടുത്തെ അമ്മയും എല്ലാവരും കൂടി അവർ സംസാരിച്ചുകൊണ്ടിരിക്കണതൊക്കെ എടുക്കുക കേട്ടോ. ഇവർ പിന്നെ ഷുഗറിൻ്റെ പ്രഷറിൻ്റെ ഒക്കെ ചർച്ചകൾ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവർ അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാനെങ്ങനെ എടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഇവർ ഭയങ്കര രസമാണ്. ഞാനുണ്ടല്ലോ ഈ രണ്ടാമത്തെ അമ്മായി, പാണക്കാടത്തെ അമ്മായിനെ അപ്പോൾ അവർ നല്ല ചർച്ചയിലാണ് കേട്ടോ. പ്രഷറിൻ്റെ ഷുഗറിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക. അപ്പോൾ ഓരോ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയും കഴിക്കാത്തതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അമ്മ 2 ദിവസമായിട്ട് പ്രഷറിൻ്റെ ഗുളികയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള തലവേദനയൊക്കെ അമ്മയ്ക്ക് ഉണ്ട് കേട്ടോ. അമ്മ പ്രഷർ കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് 2 ദിവസം നിർത്തിയിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ വിഷയമുണ്ട്. അപ്പോൾ ഞങ്ങളതിനെ പറ്റിയിട്ടൊക്കെ പറയണത് നിർത്തേണ്ട, അമ്മയ്ക്ക് അധികം സ്ട്രോങ് ഉള്ളതൊന്നുമല്ലല്ലോ പ്രഷറിൻ്റെ ഗുളിക. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുമ്പോൾ അത് അമ്മ ഒന്ന് നിർത്തി വെച്ചതാണ് തോന്നുന്നു 2 ദിവസത്തിന്. അപ്പോൾ ഇത് താടിൻ്റെ കൂട്ടുകാരൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കൽ ഏകദേശം തീർന്ന സമയത്തേക്ക് കേട്ടോ ഞാൻ അവിടെ എത്തിയത്. പിന്നീട് ഞങ്ങളെല്ലാവരും കൂടി കഴിക്കാനിരുന്നതായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. ഒരു പ്രാവശ്യം വീഡിയോ എടുത്തിട്ട് നിർത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പ്രതാപേട്ടൻ ചെറിയച്ചിയുടെ അവിടുത്തെ ഏട്ടൻ്റെ അനിയനാണ് കേട്ടോ പ്രതാപേട്ടൻ. ആളാണ് എനിക്കത് വീഡിയോ എടുത്ത് തന്നത്. അപ്പോൾ താടനുണ്ട് കേട്ടോ അവിടെ. താടിനൊക്കെ ഒന്ന് മടിയായിട്ടുണ്ട്, വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊന്നും കുഴപ്പമില്ല, അങ്ങനത്തെ എടുത്താൽ എന്നൊക്കെ പറയണം. അപ്പോൾ ആൾ ഷർട്ട് ഇടാതെയാണ്. അപ്പോൾ അതാണ് എന്താണെന്ന് വെച്ചാൽ താടിന് ഭയങ്കര ചൂടാണ്, ആളിങ്ങനെ വേർത്ത് ഇതാവണതാണ്. അപ്പോൾ അത് കാരണമാണ് ഈ ഷർട്ട് ഇടാന്നപ്പോൾ നടക്കുന്നത് കേട്ടോ. ഷർട്ട് ഇതുവരെ ഉണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് വെച്ച് കൊടുക്കുന്ന സമയത്തേക്ക് പിന്നെ ആൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയതായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് താട്ടനും ഉണ്ടായിരുന്നു. പിന്നെ സുനിമാമനെ ഒന്നും കൂടി ഞങ്ങളടുത്തെത്തി കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾ കുറേ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ കഴിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നതാട്ടോ എല്ലാവരോടും. ചേച്ചിയും വന്നു. ചേച്ചി അപ്പുറത്തായിരുന്നു. ചേച്ചി അറിഞ്ഞിട്ടില്ല തോന്നുന്നു ഞങ്ങൾ കഴിക്കാനിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അപ്പോൾ ഇരുന്നിട്ട് ചെറിയ അമ്മായി ഉണ്ട് എല്ലാവരും കൂടി. അപ്പോൾ എടുത്തിയാണ് കേട്ടോ. അത് എടുത്തൊക്കെ ഇപ്പോൾ നേരത്തെ കണ്ടതല്ല. ഇപ്പോൾ അവർ മേലൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ്. പ്രതാപേട്ടനായിരുന്നു കേട്ടോ ഇപ്പോൾ കസേരയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോരുത്തർ പോകുന്നവർക്ക് ഓരോ ചക്കൊക്കെ ഇട്ടാട്ടോ പോകണം. അപ്പോൾ സിനിമാമ ഒരു ചക്കൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഒന്നുകൂടിയൊക്കെ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ താടിന് ആ വീഡിയോ എടുക്കണമൊക്കെ മടിയാവുന്നുണ്ട് കേട്ടോ. അതിനെ പറ്റിയിട്ടൊക്കെയാണ് പറയണത്. ചെറിയ അമ്മായിയും പോകാൻ നിൽക്കുകയാണ്. ഏകദേശം എല്ലാവരും ഇപ്പോൾ പോയിട്ട്. പിന്നെ ഇപ്പോൾ ഇന്ന് ശ്രീകുട്ടിൻ്റെ അച്ഛമ്മയും ശ്രീകുട്ടനും കൂടി തിരിച്ച് പോകട്ടോ. അവന് നാളെ ഇനി ട്യൂഷനുള്ളതാണല്ലോ.
അപ്പോൾ ഇനി ഇവിടുന്ന് പോയിട്ട് അവിടെ എത്തില്ല എന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വരില്ലേ, അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞ് ബ്ലോക്ക് ആയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വലിയ അമ്മായി അവർ 3 പേര് ഒരുമിച്ചാട്ടോ പോണത്. രണ്ടാമത്തെ അമ്മായി ഉണ്ടല്ലോ പാണക്കാട്ടത്തെ അമ്മായി, പിന്നെ പേരക്കുട്ടി കുറച്ച് നേരം മുൻപ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കണം. അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞയക്കുന്ന തിരക്കിലാട്ടോ. ചിന്നു ശ്രീകുട്ടനുണ്ടല്ലോ, അവരൊരു ബോണ്ടാണ്, ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അവന് പോകുമ്പോൾ അവൾ അവിടെ നിന്നിട്ട് ഓരോന്ന് പറയാട്ടോ. അവർ രണ്ടുപേരും കൂടി ഭയങ്കര രസമാണ് ഇവരെ രണ്ടാളെ കാര്യം. അവരകത്തിങ്ങനെ ഇരുന്നുണ്ടാവും, അവരൊരു സൗണ്ടും കേൾക്കില്ല. അവർ രണ്ടാളും നല്ല സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഒപ്പമുള്ള ആൾക്കാരാണേനും അവർ രണ്ടാളും ഒരുമിച്ചാണ്. അതേപോലെ തന്നെയാണ് ഹരിക്കുട്ടനും സായി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക കേട്ടോ.